ഹലോ ഡിയേഴ്സ്, ഗുഡ് മോർണിംഗ്. ഇന്ന് സ്പെഷ്യലായിട്ട് അപ്പവും മുട്ട റോസ്റ്റ് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. എന്താ പറയുക, എനിക്ക് ഫേവറേറ്റ് ആയിട്ടുള്ളൊരു ഐറ്റമാണ് അപ്പവും മുട്ട റോസ്റ്റും. അപ്പം ഇന്ന് അത് തന്നെ ആയിക്കോട്ടെ എന്ന് കരുതി. എൻ്റെ വീഡിയോസ് കാണുന്ന എല്ലാവരും പ്ലീസ് സബ്സ്ക്രൈബ്. ഒരു 1K എങ്കിലും എത്തിക്കണം എന്നൊരാഗ്രഹമുണ്ട്. പ്ലീസ് എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. അപ്പം എന്താണ് ഈ മുട്ടക്കറിയുടെ കൂട്ടുകളുടെ കൂടെ ഒരു 2 പാക്കറ്റ് ബ്രൂ എന്നല്ലേ എല്ലാവരും ചിന്തിക്കുന്നത്? സ്പെഷ്യൽ മുട്ടക്കറി വല്ലതും ആണോ എന്നാണ് ചിന്തിക്കുന്നെങ്കിൽ അല്ല. ഇത് എനിക്ക് കോഫി ഇടാൻ വേണ്ടിയിട്ട് എടുത്തു വച്ചേക്കുന്ന ബ്രൂ ആണ്. ഓക്കെ, അങ്ങനെ ചട്ടി അടുപ്പത്ത് വെച്ചു, എണ്ണയൊഴിച്ചു, കടുകിട്ടു. കടുക് പൊട്ടിയതിന് ശേഷം കുറച്ച് വെളുത്തുള്ളി, ഇഞ്ചി, പച്ചമുളക്, കറിവേപ്പില ഇത്രയും ഇട്ട് ഒന്ന് സോട്ട് ചെയ്തതിന് ശേഷം അരിഞ്ഞു വെച്ചിട്ടുള്ള സവാളയും തക്കാളിയും കൂടി ഇടാം. ഒന്നില്ലേ അങ്ങനെ ഇടാം, അല്ലെങ്കിൽ സവാള ചേർത്ത് സവാള നല്ല വഴണ്ടതിന് ശേഷം നമുക്ക് തക്കാളി ആഡ് ചെയ്ത് കൊടുക്കാം. ഞാനിവിടെ സവാള അത്യാവശ്യം കനം കുറച്ചാണ് അരിഞ്ഞിരിക്കുന്നത്. നമ്മൾ ഇളക്കി വരുമ്പോഴേക്കും ഇത് ഓരോ ഇതളുകളായിട്ട് വിട്ട് വന്നോളും. അത് നല്ലപോലെ സോട്ട് ചെയ്യുക. ഇനി ഇത് നല്ലപോലെ വഴണ്ട് വരാനായിട്ട് നമുക്കിതിലേക്ക് കുറച്ച് ഉപ്പും കൂടെ ചേർത്ത് വഴട്ടിയെടുക്കാം. കുറച്ച് സമയം നമുക്ക് വഴറ്റാം. ഉള്ളി വഴറ്റാനാണ് ഏറ്റവും ക്ഷമ നമുക്ക് വേണ്ടതെന്ന് തോന്നിയിട്ടുണ്ട്. നിങ്ങൾക്കങ്ങനെ തോന്നാറുണ്ടോ? നല്ല ടൈം എടുക്കാറുണ്ട് വഴറ്റാൻ അല്ലേ? അങ്ങനെ വഴറ്റി നല്ലതായിട്ട് വഴണ്ടതിന് ശേഷമേ ഞാൻ തക്കാളി സാധാരണ ചേർക്കാറുള്ളൂ. തക്കാളി പെട്ടെന്ന് തന്നെ വെന്ത് കിട്ടും. ഇത് വെക്കുന്നതിൻ്റെ കൂട്ടത്തിൽ തന്നെ അടുത്തടുപ്പിൽ എനിക്ക് കാപ്പിക്കുള്ള വെള്ളം വെച്ചിട്ടുണ്ട്. എനിക്ക് രാവിലെ എണീറ്റ് ഒരു കാപ്പി കുടിക്കുന്നത് ഭയങ്കര ഒരു സന്തോഷവുമാണ്, അതൊരു ശീലവുമാണ്. എല്ലാവരും പറയുന്നത് നല്ലതല്ലാന്ന് അറിയില്ല, നമ്മൾ പണ്ടേ തൊട്ടേ കുടിച്ച് ശീലിച്ച് വന്നതുകൊണ്ട് അങ്ങനെ കുടിക്കുന്നു. രാവിലെ അല്പം ചൂട് കാപ്പി ഇല്ലെങ്കിൽ എങ്ങനെയാണ് ആ ദിവസം തുടങ്ങുക അല്ലേ? കോഫി ലവേഴ്സിന് അതൊക്കെ അറിയായിരിക്കും. കോഫി ലവേഴ്സ് പ്ലീസ് ലൈക്ക് ആൻഡ് സബ്സ്ക്രൈബ്. ഓക്കെ, അങ്ങനെ എൻ്റെ വെള്ളം തിളച്ചു. അപ്പോഴേക്കും ഞാൻ ഇവിടെ സവാള ഇട്ടു, വഴറ്റി. തിളച്ച വെള്ളത്തിലേക്ക് നമ്മൾ ബ്രൂ പൊട്ടിച്ചൊഴിച്ചു. എന്താണ് 2 ഗ്ലാസ് എന്ന് വെച്ചാൽ, ഒന്ന് എനിക്കും ഒന്ന് ചേച്ചിക്കും ഉള്ളതാണ്. എൻ്റെ ചേച്ചിയും രാവിലെ എണ്ണീറ്റിട്ടുണ്ട്, അതുകൊണ്ട് ചേച്ചിക്ക് കൂടെ കൊടുക്കാനാണ് 2 ഗ്ലാസ് കാപ്പി എടുത്തേക്കുന്നത്. അപ്പോഴേക്കും തന്നെ പാല് കൊണ്ടുവന്നു. ഇവിടെ കവർ പാൽ വാങ്ങാറില്ല. എന്താ പറയുക, വീട്ടിൽ തന്നെ വളർത്തുന്ന പശുവിൻ്റെ പാലാണ്. വേറെ ഒരു അങ്കിളുടെ വീട്ടിൽ പശുവുണ്ട്, അവിടെ നിന്ന് വാങ്ങുന്ന പാലാണ് നമ്മൾ യൂസ് ചെയ്യാറുള്ളത്. ഓക്കെ, അങ്ങനെ ഇപ്പോൾ ഞാൻ അരപ്പിലേക്ക് മുളക് പൊടി, മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടി, അല്പം ഗരം മസാല, പിന്നെ യഥാർത്ഥത്തിൽ ഗരം മസാലയാണ് ഇടുന്നത്. ഞാൻ സാധാരണ ഇന്ന് അതില്ലാത്തതുകൊണ്ട് ഞാൻ മീറ്റ് മസാലയാണ് ഇട്ടേക്കുന്നത്. മുട്ടക്കറിയുണ്ട്, മീറ്റ് മസാല ഏതായാലും നമുക്കത് ചേർക്കാം. പൊടികളുടെയൊക്കെ പച്ചമണം മാറുന്ന വരെ നമുക്ക് നല്ല രീതിക്കൊന്ന് വഴറ്റി കൊടുക്കാം. എല്ലാവർക്കും തന്നെ ഒരുപക്ഷെ മുട്ടക്കറി വെക്കാൻ അറിയാമായിരിക്കാം. മുട്ടക്കറി എളുപ്പമാണല്ലോ. ഇത് ഞാൻ എൻ്റെതായ രീതിയിൽ വെക്കുന്നതാണ്. അതിലേക്ക് അല്പം ചൂടുവെള്ളം, ഞാൻ വെള്ളം ചൂടാക്കാനും വെച്ചിട്ടുണ്ടായിരുന്നു കെറ്റിലിൽ. അപ്പോൾ അതിലേക്ക് അല്പം ചൂടുവെള്ളം ഒഴിച്ചു കൊടുക്കാം. ഞാൻ അധികം ഗ്രേവി ഇല്ലാതെയാണ്, തിക്കായിട്ടാണ് വെക്കുന്നത്. എനിക്ക് അങ്ങനെയുള്ള മുട്ടക്കറിയാണ് ഇഷ്ടം. ഓൾറെഡി ഞാൻ മുട്ട പുഴുങ്ങി വെച്ചിട്ടുണ്ട്. അങ്ങനെ എൻ്റെ കാപ്പിയും റെഡിയായി. കാപ്പിയും കുടിച്ചുകൊണ്ടാണ് മുട്ടക്കറി ഉണ്ടാക്കുന്നത്. ഇപ്പം നേരം വെളുത്ത് വരുന്നതേ ഉള്ളൂ. നല്ലൊരു മോർണിംഗ് എല്ലാവർക്കും നേരുന്നു. എല്ലാവരും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. അതോടൊപ്പം തന്നെ ഇന്നത്തെ രാവിലെ കഴിക്കാനുള്ളത് അപ്പമാണ്. അപ്പവും ഞാൻ ഉണ്ടാക്കിയിട്ടുണ്ട്. എല്ലാവരും ഒരു ശുഭദിനം ആശംസിക്കുന്നു.